ഇപ്പോൾ ഗാന്ധിജിയുടെ കാലത്ത് അന്ന് ഇവാഞ്ചലിസ്റ്റ് എന്താ സ്റ്റാൻലി ജോൺസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഗാന്ധിജി സ്വർഗത്തിൽ പോകുമോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി വലിയൊരു വിവാദമുണ്ടായിരുന്നു ആ കാലത്ത്. അപ്പോൾ സ്വർഗത്തിൽ പോകണമെങ്കിൽ ഈ മാമോദിസ മുഖേയും ക്രിസ്തുവിലൂടെ മാത്രമേ പോകാൻ പറ്റൂ എന്നുള്ളൊരു വിശ്വാസമായിരുന്നു അന്ന്. അപ്പോൾ അന്ന് അത് വലിയൊരു പ്രമാദമായ കാര്യമായിരുന്നു, പിന്നെ ഒരു ചർച്ചാ വിഷയമായിരുന്നു. അപ്പോൾ ഈ RSSകാരും ഒക്കെ പലപ്പോഴും കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ക്രിസ്ത്യാനി മാത്രമേ സ്വർഗത്തിൽ പോവുകയുള്ളൂ, പിന്നെ എന്താണ് പഠിപ്പിക്കുന്നത്? അപ്പോൾ ഞങ്ങളാരും ദൈവത്തിൻ്റെ മക്കളല്ലേ, അപ്പോൾ അവരാരും ക്രിസ്ത്യാനികളായിട്ടല്ല ജനിച്ചത്, അതുകൊണ്ട് അവരൊന്നും സ്വർഗത്തിൽ പോവില്ലേ, അവർക്കൊന്നും ഇതിൽ അവകാശമില്ല എന്ന് പറയുന്നത് ശരിയാണോ? അപ്പം അതിനുള്ളൊരു നല്ല മറുപടിയാണ്, പിന്നെ നല്ലൊരു ഉദാഹരണമാണ് മാർപ്പാപ്പ പിന്നെ പറഞ്ഞു കൊടുത്തത്. നല്ലൊരു മനുഷ്യനാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന് തള്ളിക്കളയില്ല. അപ്പം ക്രിസ്ത്യാനി ആയതുകൊണ്ട് അത് പിന്നെ അതിന് ഏറ്റവും നല്ല ഉദാഹരണം ബൈബിളിൽ തന്നെയുണ്ട്. പിന്നെ അന്ത്യവിധി നാളിൽ ചെല്ലുന്നു പിന്നെ എന്താണ് ഈ പിന്നെ കൊള്ളരുതാത്തവരെയൊക്കെ ചിലരെ ഒക്കെ സ്വർഗത്തിലേക്ക് ദൈവം സ്വീകരിക്കുന്നു. അപ്പം വളരെ ഭക്തനും വളരെ കാര്യപ്പെട്ട ഒരാൾ അങ്ങോട്ട് ചെല്ലുന്നു. അപ്പം ദൈവം പറയുകയാണ്, അപ്പം അയാൾ പറയുകയാണ്, ഞാൻ പിന്നെ നിന്റെ നാമത്തിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുകയും നിന്റെ നാമത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തു, എന്നിട്ട് പിന്നെ നീ എന്നെ സ്വീകരിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഇത് കൃത്യമായിട്ടുള്ള ആ വാചകം പിന്നെ നോക്കണം. അപ്പോൾ ദൈവം പറയുന്ന മറുപടി എന്താണ്? ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ നിന്നെ ഞാൻ അറിയുന്നില്ല. അപ്പം ക്രിസ്ത്യാനി ആയിരിക്കുന്നതൊന്നും അല്ല, അതുമാത്രമല്ല കാര്യം ഇരിക്കുന്നത്, ദുഷ്ടത പ്രവർത്തിച്ചാൽ അങ്ങോട്ട് അടുപ്പിക്കത്തില്ല എന്നാണ് ക്രിസ്തുവും പറഞ്ഞിരിക്കുന്നത്, ബൈബിളിൽ അത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്ന് മാത്രമല്ല ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, ഈ തൊഴുത്തിലല്ലാതെ എനിക്ക് വേറെ തൊഴുത്തിലും ആടുകളുണ്ട് എന്ന്. അപ്പം ആരെയും തള്ളിക്കളയുന്നതും തള്ളിക്കളയാതിരിക്കുന്നതും അത് ദൈവം തീരുമാനിക്കുന്ന കാര്യമാണ്. പിന്നെ ഈ സ്വർഗം എന്ന് പറയുന്നത് അങ്ങനെ ഒരു സ്ഥലമൊന്നുമില്ല എന്ന് ഈ മാർപ്പാപ്പ തന്നെ കൃത്യമായിട്ട് പറഞ്ഞതായിട്ടാണ് ഞാൻ ഓർക്കുന്നത്. അങ്ങനെ ഒരു സ്ഥലം ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് നമ്മളും കരുതേണ്ടിയിരിക്കുന്നത്. നമ്മൾ തിരിച്ച് ദൈവത്തിലെത്തുന്നു എന്ന് നമ്മൾ വിചാരിക്കാം, നമ്മൾ എവിടെ നിന്ന് വന്നോ അവിടെ തിരിച്ചെത്തുന്നു എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. ഒരുപക്ഷെ ഈ ഹിന്ദുമതത്തിലുള്ള ആ ബ്രഹ്മത്തിലെത്തിച്ചേരുന്നു, ബ്രഹ്മത്തിൽ ലയിച്ചു ചേരുന്നു എന്നുള്ള ആ സങ്കല്പം തന്നെയായിരിക്കാം, അതായിരിക്കാം കൃത്യമെന്ന് തോന്നുന്നു, അതായിരിക്കാം നമുക്ക് വിശ്വസിക്കാൻ കൂടുതൽ എളുപ്പമെന്ന് തോന്നുന്നു. അല്ലാതെ ഒരു സ്ഥലം എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ പല വാസസ്ഥലങ്ങളുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഒരു ആലങ്കാരികമായിട്ടാണോ അല്ലെങ്കിൽ ശരിയായിട്ടുള്ളൊരു കാര്യമാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അതിനെപ്പറ്റി നമുക്ക് വ്യക്തമായൊരു ധാരണയുമില്ല.